വീണ്ടും നമുക്ക് മറ്റൊരു അതിഥി കൂടി നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇത് കലോത്സവം എന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ കലകളുടെ ആവിഷ്കാരങ്ങളുടെ ഒക്കെ ഒരു വലിയ ആഘോഷമാണ്. അതിനോടൊപ്പം തന്നെ കുട്ടികളെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത പറയാനുള്ളൊരു വേദി കൂടിയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ നമ്മുടെ TCV സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ അല്ലേ, ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഓക്കെ, സ്മിത മേഡമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ ഒരു കലോത്സവത്തിൻ്റെ വേദിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ പ്രധാനമായ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മത്സരം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള സപ്പോർട്ട് വേണം, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ സ്റ്റോളിൽ സ്പോർട്ട് കൗൺസിലിംഗ് സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ വരുന്ന പാരൻസിൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ജാഗ്രത കുറവോ അല്ലെങ്കിൽ അവർ നമ്മളുടെ കൗൺസിലിംഗ് സേവനങ്ങൾ കാണുന്ന സമയത്ത് ഒരു സപ്പോർട്ട് വേണം, പിന്നീട് വേണം, എക്സ്പേർട്ട് സേവനം വേണമെന്ന് ആവശ്യപ്പെട്ടാലും നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ വകുപ്പിൻ്റെ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ എല്ലാ സേവനങ്ങളും നമ്മൾ അവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മുടെ എത്തിച്ചേരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ അറിയാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പം ഈ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറത്ത് ഇപ്പം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിരാശയിലേക്ക് അല്ലെങ്കിൽ ഒരു താളം തെറ്റിയ അവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ടെത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കാനും ഒക്കെ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ജില്ലകളിലും നമുക്ക് 14 ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകളും കൂടാതെ ഡിസ്ട്രിക്ട് റിസോഴ്സ് സെന്റർ എന്ന് പറഞ്ഞിട്ട് സൈക്യാട്രിസ്റ്റിൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ ഒരു പാനൽ നമുക്ക് എക്സ്പേർട്ട് സേവനമായിട്ട് ലഭ്യമാകുന്നുണ്ട്. കൂടാതെ 1098 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് തിരുവനന്തപുരത്തേക്ക് കോള് പോകുന്ന ഉടൻ തന്നെ അതത് ജില്ലകളിലേക്ക് കണക്റ്റഡ് ആയിട്ട് അത് തുടർ ഫോളോ അപ്പും മറ്റ് വിദഗ്ധ സേവനങ്ങളും നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് 24 മണിക്കൂറും ലഭ്യമാണ്. 24x7 ആണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ്. 1098 എന്നുള്ളതാണ് നമ്പർ. ഈ ഒരു നമ്പർ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. പ്രത്യേകിച്ച് കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ബന്ധപ്പെടാവുന്ന നമ്പറാണ്. അതായത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കേസാണ്, പക്ഷേ അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ അതിനുള്ള ധൈര്യമില്ലെങ്കിൽ അവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ ബാലവേല, ബാലഭിക്ഷാടനം എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, കൂടാതെ അഡോപ്ഷൻ, ഫോസ്റ്റർ കെയർ, അതുപോലത്തെ സ്പോൺസർഷിപ്പ്, അതുപോലത്തെ സേവനങ്ങളും നമ്മളുടെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് വഴി നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർക്കും എനിക്ക് തോന്നുന്നു അല്ലേ, അധ്യാപകർക്കും അവരുടെ സ്കൂളിലെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പിന്തുണയ്ക്ക് വേണ്ടി ORC അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, പിന്നെ സ്മാർട്ട് 40 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഇങ്ങനെ പലതരത്തിലും നമ്മൾ ജില്ലയിലുടനീളം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ ഒരു സർവീസ് ഒരു സ്റ്റാളായി വോളണ്ടിയേഴ്സും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും പ്രവർത്തിക്കുന്നതിനോടൊപ്പം എത്രത്തോളം കുട്ടികൾ സമീപിക്കുന്നുണ്ട്, കുട്ടികളോ പാരൻസോ ഒക്കെ സമീപിക്കുന്ന ഒരു സാഹചര്യം തോന്നുന്നു. നമ്മളെ ബ്രോഷറുകൾ എല്ലാവരും തന്നെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ഇവിടെ ഒരു ഉല്ലാസം ആ ഒരു രീതിയിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ അങ്ങനെ അങ്ങ് വന്നിട്ട് സംസാരിക്കാൻ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവിടെ റിപ്പോർട്ട് നമ്മൾ ഫോൺ നമ്പറൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഗ്രൗണ്ടിൽ ഇപ്പൊ രാവിലെ നമുക്ക് ചെറിയ ചില കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സ്റ്റാഫിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മാഡം. മൊത്തം നിങ്ങളുടെ ടീം മൊത്തം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വലിയ ആശ്വാസം, കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്രതീക്ഷിതമായി ഒരു ഷോക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന കുട്ടികൾക്ക് ഒരു ആശ്വാസം ലഭിക്കാനും അവർക്ക് അതിനെ അതിജീവിക്കാനും ഒക്കെയുള്ള ഒരു പിന്തുണ ലഭിക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്.